ഈ പ്രാവശ്യത്തെ ഓണത്തിന് നാരങ്ങാച്ചാർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ കറുനാരങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ നാരങ്ങയുടെ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് കുറച്ചു നേരം ഒന്ന് മാറ്റി വെക്കാം. ഇനി അച്ചാറിന് ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പൊ ഉരുളി ചൂടായി വന്നപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലോട്ട് കുറച്ച് കടുകും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലോട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു കറുനാരങ്ങയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണം. നാരങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞ് നല്ല രീതിയിൽ അങ്ങ് വഴറ്റി എടുക്കണം കേട്ടോ. ഈ ഒരു അച്ചാറിന് വെള്ളക്കിട്ട നാരങ്ങ അച്ചാർ എന്നാണ് പറയുന്നതെങ്കിലും ഇതിന്റെ കളർ മഞ്ഞ കളർ ആയിരിക്കുവേ. അതിലോട്ട് ഇനി കുറച്ച് കറിവേപ്പിലയും അതിന്റെ കൂടെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനത് വീഡിയോയിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയി. എന്നിട്ട് നല്ല രീതിയിൽ അങ്ങ് വഴറ്റി എടുക്കണം. അപ്പൊ ഈ ഒരു പരുവാകുമ്പം തീ ഓഫ് ചെയ്തിട്ട് ഒരു സ്പൂൺ വിനെഗരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളക്കിട്ട നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നും ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഓണത്തിന് ഇങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കണേ.